ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയ്സ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ ബോബി ചാർലി മൈലപ്ര ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു. ഞാൻ വിശ്വാസനായകനേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു. ഞാൻ വിശ്വാസനായകനേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു. ഞാൻ വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു. ഞാൻ വിശ്വാസനായകനേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു. ഞാൻ ദൈവനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. മോർണിംഗ് വോയ്സിൻ്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത വന്ദനങ്ങൾ ഞങ്ങൾ അറിയിക്കുന്നു. അല്പസമയത്തെ വിചിന്തനത്തിനായിട്ട് നമുക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം വായിക്കാം. അവിടെ നാം വായിക്കുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഈ വചനം നമുക്കറിയാം, നമ്മുടെ ആത്മനാഥനായ കർത്താവ് തൻ്റെ ഭക്തയായ മറിയയോട് സംസാരിക്കുന്ന ഭാഗമാണ്. ബഥാനിയയിലെ ഒരു വിശേഷപ്പെട്ട കുടുംബം, മറിയയുടെ കുടുംബം. ആ കുടുംബത്തിൽ നമുക്ക് പ്രത്യക്ഷമായി ദൈവവചനത്തെ ആധാരമാക്കി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അവിടെ മാർത്തയും മറിയയും അവരുടെ സഹോദരനായ ലാസറും പാർത്തിരുന്നു എന്നുള്ളതാണ്. തിരുവെഴുത്തിൽ ഈ 3 പേരെക്കുറിച്ചല്ലാതെ യാതൊരു വിധമായിട്ടുള്ള പ്രസ്താവനകളും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ 3 പേരെ മാത്രം ചിത്രത്തിൽ ഉൾപ്പെടുത്തിയാൽ മതിയാകും. എന്നാൽ അതിൻ്റെ അർത്ഥം ആ ഭവനത്തിൽ മറ്റാരുമില്ലായിരുന്നു എന്നായിരിക്കണമെന്നില്ല. എന്നാൽ ഇവിടെ നമുക്ക് സന്ദർഭം അറിയാം. ലാസറിൻ്റെ മരണം സംഭവിച്ചു എന്നുള്ള അറിവ് തനിക്കുണ്ടായിരുന്നിട്ടും ലാസർ മരിക്കുന്നതിന് മുമ്പ് കർത്താവിൻ്റെ സഹായം അവർ ആവശ്യപ്പെട്ടിട്ടും തക്ക സമയത്ത് കടന്നു ചെല്ലാതെ ലാസറിൻ്റെ മരണത്തിൻ്റെ ശേഷം 4-ാം ദിവസം അവിടെ എത്തുന്ന വിധത്തിലാണ് കർത്താവ് യാത്ര ചെയ്തത്. അങ്ങനെ മരിച്ച് 4-ാം നാളിൽ അവിടെ എത്തി. അവിടെ മറിയ ഓർമ്മിപ്പിക്കുന്നത് പോലെ 4 നാളായി നാറ്റം വെച്ചു തുടങ്ങി എന്ന് പറയത്തക്ക വണ്ണം ആ നിലയിലാണ് കർത്താവ് ലാസറിൻ്റെ കല്ലറയ്ക്കൽ ഇപ്പോൾ നിൽക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു എന്ന അവരുടെ ഗുരു, സ്നേഹവാനായ ഗുരു അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ മരിക്കുകയില്ലായിരുന്നു എന്ന് അവർക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. എന്നാൽ മരിച്ച് ഇപ്പോൾ 4 ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ചു തുടങ്ങിയ ഈ സാഹചര്യത്തിൽ, എന്ന് വെച്ചാൽ മരിച്ചു പോയവനെക്കുറിച്ച് ജീവിച്ചിരിക്കുന്നവർക്കുള്ള പ്രതീക്ഷ മാനുഷികമായ നിലയിൽ അറ്റ് തുടങ്ങിയ ഈ സമയത്ത് കർത്താവ് കടന്നു വന്ന് അവൻ്റെ കല്ലറയ്ക്കൽ കണ്ണുനീര് വാർക്കുമ്പോൾ ആ സഹോദരിമാരുടെ സഹതാപത്തിൽ അവനും പങ്കുചേരുന്നു എന്നുള്ളതല്ലാതെ അതിലപ്പുറമായിട്ടൊന്നും മനസ്സിലാക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എന്നാൽ അവരുടെ വിശ്വാസത്തിൻ്റെ ബലഹീനതയെ കർത്താവ് ശാസിക്കുകയല്ല, മറിച്ച് അവർക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് അവരെ വിശ്വാസത്തിലൊന്ന് ഉറപ്പിക്കുകയും അവരെ ധൈര്യപ്പെടുത്തുകയും ചെയ്യുകയാണ് കർത്താവ് ചെയ്യുന്നത്. കർത്താവ് ഇതിനു മുമ്പ് ഒരിക്കലും ഇത്ര ആധികാരികമായി ഈ കാര്യം പ്രസ്താവിച്ചിട്ടില്ല എന്നുള്ളതും വളരെ പ്രസ്താവ്യമാണ്. അവിടെ കർത്താവ് പറയുന്ന വാക്ക് വളരെ അധികാരത്തോടുകൂടെ, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നുള്ളതാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയുടെ ജഡമരണം സംഭവിച്ചാലും അവൻ ജീവിക്കും, അവൻ ജീവനുള്ളവനായി തീരും എന്ന് ആ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പ്രത്യക്ഷമായിട്ട് സാധിക്കുന്ന കാര്യം. ഇവിടെ കർത്താവായ യേശുക്രിസ്തു താൻ പുനരുത്ഥാനവും ജീവനും ആണ് എന്നാണ് പറയുന്നത്. കേവലം ജീവൻ നൽകുവാൻ കഴിയുന്നവൻ എന്ന നിലയിൽ തന്നെ പരിമിതപ്പെടുത്തുകയല്ല,
മറിച്ച് താൻ തന്നെ ജീവനാണ് എന്നാണ് അവിടെ പറയുന്നത്. എന്ന് വെച്ചാൽ നാം ഇന്ന് ക്രിസ്തുവിൽ ജീവിച്ചിരിക്കുന്നവരാണ്. അവൻ്റെ ജീവനിൽ ഒരംശം നമ്മിലേക്ക് പകരപ്പെടുകയല്ല ചെയ്തത്, മറിച്ച് ജീവനായ ക്രിസ്തു മുഴുവനായി നമ്മിൽ വാഴുകയാണ്. ആ ജീവനിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ളതാണ്. യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ നാം അവിടെ വായിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത് എന്നാണ്. കർത്താവിനെക്കുറിച്ച് പല ആധികാരിക പ്രസ്താവനകളും നമുക്ക് തിരുവെഴുത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ ജീവൻ, ഞാൻ തന്നെ വാതിൽ, ഞാൻ നല്ല ഇടയൻ, അവൻ നമ്മുടെ സമാധാനം. ഇങ്ങനെ വ്യത്യസ്തമായ നിലയിൽ കർത്താവിൻ്റെ പ്രസ്താവനകളെ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ ഇന്ന് ഈ പ്രഭാത സമയത്ത് നമ്മുടെ ഹൃദയത്തെ ഉണർത്തുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രസ്താവന ഞാൻ തന്നെ ജീവനും പുനരുത്ഥാനവുമാകുന്നു എന്നുള്ളതാണ്. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ നാം ഇരിക്കുന്നതിനൊരു കാരണം തന്നെ അവൻ നമ്മുടെ ജീവനായി തീർന്നു എന്നുള്ളതാണ്. അവിടെ നമ്മെ സന്തോഷിപ്പിക്കുന്ന മറ്റൊരു പ്രസ്താവന ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും എന്നാണ് പറഞ്ഞത്. കർത്താവ് പുനരുത്ഥാനമാകുന്നു എന്ന് പറയുന്നത് കൊണ്ട് കർത്താവ് പുനരുത്ഥാനം ചെയ്തതിനാൽ നാമും പുനരുത്ഥാനം ചെയ്യും, അല്ലെങ്കിൽ കർത്താവ് പുനരുത്ഥാനം ചെയ്തതുപോലെ നാമും പുനരുത്ഥാനം ചെയ്യപ്പെട്ടേക്കും എന്നുള്ളതല്ല. ഞാൻ തന്നെ പുനരുത്ഥാനമാകുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി മരിച്ച് അടക്കം ചെയ്യപ്പെട്ട, നമുക്ക് വേണ്ടി ആ പ്രാണത്യാഗം ചെയ്ത ആ കർത്താവായ യേശുക്രിസ്തു മരണത്തെ വെന്ന് ഉയിർത്തെഴുന്നേറ്റു. അവൻ ആ പുനരുത്ഥാനം ചെയ്തപ്പോൾ തന്നെ അവനിൽ വിശ്വസിച്ച നാം എല്ലാവരും അവനോടുകൂടെ പുനരുത്ഥാനം ചെയ്തു, മരണത്തിൽ നിന്ന് വിടുതലുള്ളവരായിട്ട് തീർന്നു, മരണത്തെ വിട്ടെഴുന്നേറ്റു എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു നമ്മിൽ പുനരുത്ഥാനവും നമ്മിൽ ജീവനുമായി തീർന്നു എന്നുള്ളതാണ് അവിടെ ദൈവാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന വളരെ പരമപ്രധാനമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം വായിക്കുന്നത്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയിർത്തെഴുന്നേറ്റിരിക്കുന്നു. അപ്പോൾ നാം കർത്താവിനോട് കൂടെ ഉയിർത്തെഴുന്നേറ്റമാണ്. 2000 പരം വർഷങ്ങൾക്ക് മുമ്പ് ആ കാൽവരിയിൽ മരക്കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി മരിച്ച് അടക്കം ചെയ്യപ്പെട്ട കർത്താവായ യേശുക്രിസ്തു ഉയിർത്തെഴുന്നേറ്റപ്പോൾ തന്നെ അവനോടുകൂടെ നാമും ഉയിർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നാണ് ഇവിടെ തിരുവെഴുത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അടുത്ത വാക്കെന്താണ് വായിക്കുന്നത്? ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. അടുത്ത വാക്യം, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുന്ന ആ മഹൽ ദിനത്തിൽ ആ ക്രിസ്തു ജീവനായി നമ്മിലിരിക്കുന്നത് കൊണ്ട് നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അതാണ് ഞാൻ പുനരുത്ഥാനമാകുന്നു, ഞാൻ ജീവനാകുന്നു എന്ന് കർത്താവ് പറയുന്നതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ അർത്ഥം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മെ തൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ തേജസ് പ്രാപിക്കുവാൻ വേണ്ടി, ആ മഹത്വ പ്രാപണത്തിനു വേണ്ടിയാണ് സുവിശേഷത്താൽ രക്ഷയ്ക്ക് വിളിച്ചതെന്ന് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ മഹത്വം, ആ തേജസ് പ്രാപിക്കുവാൻ വേണ്ടി കൃപയാലെ വിളിച്ച് ചേർക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ട്? നമ്മിൽ വെളിപ്പെടുവാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ എന്ന് അപ്പസ്തോലൻ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. 8-ാം അധ്യായത്തിൻ്റെ 28 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് നാം അറിയുന്നു.
അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ വിളിക്കപ്പെട്ടവരായ നമ്മിൽ വ്യാപരിക്കുന്ന ക്രിസ്തുവിൻ്റെ ജീവനും ക്രിസ്തുവിൻ്റെ പുനരുത്ഥാന ശക്തിയും അവനോടുകൂടെ തന്നെ മരിച്ച് അടക്കം ചെയ്യപ്പെട്ട് ഉയിർത്തെഴുന്നേറ്റവരായിരിക്കുന്ന നാം ആ നമ്മിൽ വ്യാപരിക്കുന്ന ആ ക്രിസ്തുവിൻ്റെ ജീവന്, ക്രിസ്തുവാകുന്ന ജീവനിൽ ജീവിച്ചുകൊണ്ട് ആ പുനരുത്ഥാന ശക്തിയിൽ ഈ ലോകത്തിൽ പാർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ഇന്ന് പ്രഭാത സമയത്ത് പ്രാപിക്കുവാനിരിക്കുന്ന തേജസ്സിൻ്റെ പ്രത്യാശയോടുകൂടെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ പിതാവായ ദൈവത്തെ വാഴ്ത്താം, സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. അവിടുത്തെ ഈ മഹാസ്നേഹം, ഏതാണ് ആ മഹാസ്നേഹം? മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്ത് നഷ്ടപ്പെടുത്തിയിരിക്കുന്ന പുത്രത്വവും ആ തേജസ്സും അതുപോലെ നമുക്ക് തൻ്റെ പുത്രനായ ക്രിസ്തുയേശുവിൽ തിരികെ തരുവാൻ വേണ്ടിയാണ് ജീവനായ ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ച് മരണത്തിൻ്റെ അവസ്ഥയിലൂടെ കടത്തി അവനെ നമ്മുടെ പുനരുത്ഥാനവും ജീവനുമെന്ന ആ ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥയിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നത്. ആ നന്മകളെ ഓർത്ത് നമുക്ക് ഈ പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം, വാഴ്ത്താം, മഹത്വപ്പെടുത്താം. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ നാമം പുത്രനായ ക്രിസ്തുയേശുവിലൂടെ ഏറ്റവും മഹത്വപ്പെട്ടതായി തീരട്ടെ. ആമേൻ.